ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രീ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്. സാധാരണഗതിയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 7:45 8 മണിയൊക്കെ ആവുക വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഞാനൊരു 7:15 ആകുമ്പോൾ അലാറം വെക്കും. എന്നിട്ട് വരുമ്പോഴത്തേനും നാസ്തയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇപ്രാവശ്യം എന്താ പറ്റിയെന്നറിയോ? ശ്രീ വന്നതും അലാറം അടിച്ചതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാസ്ത ഉണ്ടാക്കി കൊടുക്കണം. പോരെങ്കിൽ ഇനി ഉച്ചക്കലത്തെ ഷിഫ്റ്റിനും കൂടി പോകണം കേട്ടോ. അപ്പോൾ ഷിഫ്റ്റ് ഇങ്ങനെ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ചേഞ്ച് ആവും. അപ്പം 3 ദിവസം നൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബി ഷിഫ്റ്റിന് പോകണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും ചായ. അങ്ങനെ നാസ്ത കഴിച്ചിട്ട് ശ്രീ പോയി ഉറങ്ങി. അപ്പോൾ ഉച്ചക്കലത്തെ ഷിഫ്റ്റിനും കൂടി പോകേണ്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാർക്കറ്റില്ലേ, നമ്മുടെ നാട്ടിൽ കാണാത്ത കുറച്ച് പച്ചക്കറികളൊക്കെ ഞാനിവിടെ കണ്ടേ. അപ്പം നിങ്ങൾക്ക് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതിൽ ഒന്ന് ദാണ്ട് ഈ ബീൻസ്, ഇത് ബീൻസാണോ പയറാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ വളരിപ്പയർ എന്ന് പറഞ്ഞ സംഭവം ഇതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നാട്ടിലും ഇത് കണ്ടിട്ടില്ല. അപ്പം ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. മാർക്കറ്റിൽ നമ്മുടെ എന്തുകൊണ്ടാണെന്നറിയോ? ഷേപ്പ് ചപ്പൽ പോലാണ്. എന്താണെന്ന് പറയുന്നത് ചപ്പലിന്റെ ഷേപ്പ് ചപ്പലിട്ട ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള ഇവിടെ സീസണാണ്. ഇത് ടേണപ്പ് ഇവിടെ ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഹിന്ദിക്കാർക്ക് ഓരോ ഡേ പ്രമാണിച്ചും ഓരോ മാർക്കറ്റാണ് കേട്ടോ. അതായത് മൺഡേ മാർക്കറ്റ്, ട്യൂസ്ഡേ മാർക്കറ്റ്, വെനസ്ഡേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മംഗൾവാർ മാർക്കറ്റ്, അതായത് ട്യൂസ്ഡേ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റേ അല്ല ഇവിടുത്തെ മാർക്കറ്റ്. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അതിന്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ ഒന്നുകിൽ പച്ചക്കറി അല്ലെങ്കിലും ഫിഷ് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടോ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ മാർക്കറ്റ്. അതായത് പച്ചക്കറി ഉണ്ടാവും, പാത്രങ്ങളുണ്ടാവും, തുണിത്തരങ്ങളുണ്ടാവും, ചെരുപ്പുണ്ട്, എന്തിനേറെ പറയുന്നത് ഇങ്ങനെ അറ്റം പേസ്ട്രി ഐറ്റംസ് വരെ നമുക്കവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാം ഇങ്ങനെ കൊണ്ടിങ്ങനെ ഒരു മാർക്കറ്റിൽ വെക്കും. നമ്മളതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നു. പിന്നെ തുണിത്തരങ്ങളൊക്കെ മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം കേട്ടോ. ബീൻസ് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും വേസ്റ്റ് എടുക്കുന്ന വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നും ഇങ്ങനെ പാട്ടിട്ടാണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴേക്കും നമ്മളെല്ലാവരും ഇങ്ങനെ എളുപ്പം അതിനകത്ത് കൊണ്ടിടും. എന്ത് വേസ്റ്റ് അവർ എടുത്തുകൊണ്ട് പോവേ, ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. ശരിക്കും നമുക്കിത് ഭയങ്കര ഹെൽപ്പാണ്. ഇല്ലെങ്കിൽ വേസ്റ്റ് വെക്കാനുള്ള സ്ഥലമില്ല. ഒരു സൂചി ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കത് വെളിയിൽ കളയാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇവരെന്നും വരും. അങ്ങനെ ഹോളി, ദീപാവലി എന്തെങ്കിലും ഒക്കേഷനുള്ള ദിവസങ്ങളിലാണ് കേട്ടോ അവർ വരാത്തത്. ബാക്കിയുള്ള എല്ലാ ദിവസവും അവർ വരും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പാലൊക്കെ കാച്ചി എടുത്തിട്ട് കോൺഫ്ലെക്സ് ഒക്കെ ഇട്ട് രാവിലത്തെ നാസ്ത കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ആദ്യം എന്റെ കണ്ണിച്ചിരി കൂടെ എടുത്തതാ എന്നാ കഴിക്കാൻ വരുമ്പോ ഇച്ചിരി കൂടെ എന്റെ കണ്ണെടുത്ത് ഇനി നോക്ക് എത്ര എടുത്തതാ. അവന്റെ പാത്രത്തിൽ നിന്ന് ചേട്ടൻ ഇച്ചിരി കോൺഫ്ലെക്സ് എടുത്ത് അത് ചേട്ടന്റെ പാത്രത്തിൽ നിന്ന് തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അടി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ഇടപെടാറില്ല. അവർ രണ്ടുപേരും കൂടി അങ്ങ് തീർത്തോളൂ എന്ന് എനിക്കറിയാം. നമ്മൾ ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒറ്റവും അവർ രണ്ടും ഒറ്റക്കെട്ടും. അതിനേക്കാൾ നല്ലത് അവരങ്ങ് തീർക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടപെടാറില്ല കേട്ടോ. അതിപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊഴിക്കണം. പിന്നെ കുറച്ച് തേങ്ങ വറുത്തിട്ടിട്ട് കടുക് വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി അങ്ങ് റെഡി ആവും.
ഉച്ചക്കലത്തേക്കിന് മത്തങ്ങ എരിശ്ശേരിയും ഒരു തോരനുമാണ് കേട്ടോ. പിന്നെ തലേ ദിവസം വെച്ച ചിക്കൻ്റെ കുറച്ച് പീസ്, അതായത് ഞങ്ങൾക്ക് 4 പേർക്ക് 4 പീസ് ഇരിപ്പുണ്ട്, അതും കൂടിയുണ്ട്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഫുഡ്. പിന്നെ നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല എല്ലാ ദിവസവും നോൺ വെജ് വേണം എന്നൊന്നും. അപ്പം ചില ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ദിവസം കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ കൂടുതൽ ദിവസവും ഉണ്ടാവാറില്ല കേട്ടോ, അത് തന്നെയാണ് വാസ്തവം. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മളെ മുട്ട. പിന്നെ മീനൊന്നും അങ്ങനെ എപ്പോഴൊന്നും ഇവിടെ കിട്ടാറില്ല. കാരണം ഒന്നിലും മലയാളക്കടയിൽ പോകണം നമുക്ക് കടൽ മീൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും കിട്ടുന്നത് പുഴമീനാണ് കേട്ടോ. പുഴമീൻ എനിക്ക് പൊതുവേ അത്ര ഇഷ്ടമല്ല, അതിനൊരു ചേറിൻ്റെ ചെവയൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തിലോപ്പി എന്ന് പറയുന്നൊരു മീനില്ലേ, ആ മീനൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ അത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഈ പുഴമീനായതുകൊണ്ട് അതിന് ആ ചേറിൻ്റെ ഒരു ചെവയുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമല്ല. പിന്നെ അല്ലെങ്കിൽ ഇവിടെ അടുത്തല്ല, കുറച്ച് ദൂരെ പോകണം നമുക്ക്. ഫ്രഷായിട്ട് കടൽ മീൻ കൊണ്ടുവരുന്നൊരു സ്ഥലമുണ്ട്, അത് പക്ഷേ നമുക്ക് ഡ്യൂട്ടി ഒന്നും അഡ്ജസ്റ്റ് ആയി വരത്തതുകൊണ്ട് നമ്മളങ്ങനെ പോയി മേടിക്കലില്ല അവിടെ. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഇതേപോലെ തോന്നുന്ന സമയത്ത് നമ്മൾ കേരള സ്റ്റോറിൽ പോവും, അവിടെ ചൂരയോ മത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതെടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അത്ര ഫ്രഷൊന്നും അല്ല, ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പം എന്തായാലും കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അത്ര തന്നെ. ഈ ബീൻസ് ഞാൻ ഇതിന് മുമ്പ് ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിനെ അവരക്കായി എന്ന് മറ്റോ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്തുള്ള പരിപ്പില്ലേ, അതും അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ഗ്ലാസ് പരിപ്പിന് 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് 10 രൂപ 15 രൂപ അങ്ങനെ എന്തോ ആയിരുന്നത്. അതിപ്പോൾ ഒരു 5-6 വർഷം മുമ്പേ ആണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഞാൻ മേടിക്കുന്നത്. ഇവിടുത്തെ മാർക്കറ്റിൽ വിൻ്റർ തുടങ്ങിയത് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഇലകൾ. അത് കൂടാണ്ട് ഫൂൽഗോപിയൊക്കെ കിട്ടും. പിന്നെ ഞാൻ കാണിച്ചില്ല ഇതിനകത്ത് ചപ്പട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അല്ലാണ്ട് ഈ ബീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ബക്കറ്റിൽ എന്താണെന്നറിയോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊലയാണ് കേട്ടോ. ഇതൊരു വലിയ ടാസ്ക്കായിപ്പോയി കൊല പഴുപ്പിക്കൽ. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് കൊല പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമേ ഞാനിതൊരു കാർഡ്ബോർഡിലാക്കി വെച്ചു. അത് അങ്ങനെ 1-2 ആഴ്ച ഞാൻ വെച്ചിട്ട് അതിന് ഒരു മാറ്റം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഈ ബക്കറ്റിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ചേട്ടോ. അപ്പോഴാണ് അതൊന്ന് പഴുത്ത് കിട്ടിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആവാറായിന്ന്. എന്നിട്ടാണ് ഈ കൊലയൊന്ന് പഴുപ്പിച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ തണുപ്പ് ഓടിച്ചിട്ട് നല്ലൊരു ടാസ്ക്കായിരുന്നു കൊല പഴുപ്പിക്കൽ. അങ്ങനെ അതേ കൊലയൊക്കെ പഴുപ്പിച്ച് പിന്നെ ഇതിപ്പോൾ അത് പുഴുങ്ങി തിന്നും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അത് ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ അതേ പിന്നെ തോരനാക്കിയിട്ടുണ്ട്. 12 മണി ആയപ്പോഴത്തേനും എൻ്റെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 12 മണിക്ക് ശ്രീയെ ഒന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് ശ്രീ റെഡിയായി വിടുമ്പോഴേക്കും യൂണിഫോമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനുശേഷം ചോറ് വിളമ്പി കൊടുത്താൽ മതി എനിക്ക്. സാധാരണഗതിയിൽ യൂണിഫോം ഒന്നും ഞാനങ്ങനെ പ്രസ് ചെയ്യലില്ല. ഇങ്ങനെ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചേഞ്ചായി വരുമ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്യുന്നത്. ശ്രീ പറയാറുണ്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സ്റ്റിഫായിട്ടിരിക്കില്ല എന്ന്. പൊതുവെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ്. എൻ്റെ തുണിയും കൂടി എനിക്ക് ശ്രീയാണ് പ്രസ് ചെയ്ത് തരുന്നത്. പിന്നെ ഇഷ്ടമല്ലാത്ത പണി പിന്നെ പറയേണ്ടതില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങനെ ഇടപെടാൻ പോവാറില്ല. അപ്പോൾ സ്വന്തമായിട്ട് പ്രസ് ചെയ്താണ് കൊണ്ടുപോകൽ. അപ്പം യൂണിഫോം ഞാൻ പ്രസ് ചെയ്ത് വന്നപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കൊണ്ടു കൊടുത്തു. അപ്പം പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ പാത്രം ഞാൻ കഴുകാറില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ സിങ്കിലേക്ക് ഇടും. എന്നിട്ട് ഉച്ചക്കലത്തെ ഫുഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കഴുകുന്നത്. എപ്പോഴെപ്പോഴേ ഗ്ലൗസ് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. അപ്പം ഇതാണെങ്കിൽ കുറച്ച് സേഫായിട്ടിരിക്കും നമ്മുടെ കൈയൊക്കെ. ഈ തണുപ്പിനെ ഞാൻ അതിജീവിച്ചത്, പാത്രം കഴുകാനും ഒക്കെയായിട്ട് ഞാൻ അതിജീവിച്ചത് ഈ ഗ്ലൗസ് ഉണ്ടായിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ കൈ മരവിച്ച് പോയേനെ, അത്രയ്ക്ക് തണുപ്പാണ് വെള്ളത്തിന്. അപ്പം ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞതുകൊണ്ട് ഒറ്റ ട്രിപ്പിനെ അങ്ങ് കഴുകുവേ. പിന്നെ ഈ പച്ചക്കറിയൊക്കെ കഴുകണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കൈ ഇടണമല്ലോ. അപ്പം ആ സമയത്ത് പിന്നെ എപ്പോഴും ഇങ്ങനെ ഗ്ലൗസ് ഇടാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ അല്ലാതെ അങ്ങ് കഴുകും. പിന്നെ പാത്രങ്ങൾ ഒരുമിച്ചങ്ങ് കഴുകുന്നതുകൊണ്ട് ഗ്ലൗസ് ഇട്ടങ്ങ് കഴുകാണ്. അപ്പം പാത്രം എല്ലാം കഴുകി വെക്കും. അങ്ങനെ കഴുകിയിട്ട് ഞാൻ അപ്പം തന്നെ അങ്ങ് സ്റ്റാൻഡിലേക്ക് തന്നെ അങ്ങ് പറക്കി വെക്കാം കേട്ടോ. അങ്ങനെ കഴുകി അവിടെ തന്നെ വെക്കാറില്ല. അപ്പോഴത്തേക്കും കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും ശ്രീ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ 12:30 ആയി. അപ്പോൾ 12:30ക്ക് ഷിഫ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചെത്താൻ വേണ്ടിയിട്ട് 10-11 മണിയൊക്കെ ആവുമേ. അപ്പം എന്താ ഇളയ മോന് അവിടെ കിടന്നിട്ട് കളിക്കുകയാണ്. അവൻ വെളിയിൽ കുറച്ചൊരു വെയിലുള്ളത് കൊണ്ട് അവൻ അവിടെ കിടന്ന് കളിച്ചിട്ട് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കയറി വരും.
അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോഴേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, ആ ഭിത്തിയിൽ ഞാനൊരു സ്റ്റാൻഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലേറ്റും ചെറിയ ബൗളും എല്ലാം അതിലേക്ക് അങ്ങ് മാറ്റും. പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ വേറൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് പറക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് ചെല്ലുമ്പോഴേക്കും ആ ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന സ്റ്റാൻഡിലിരിക്കുന്നതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ താഴെ ബെഞ്ചിൻ്റെ മുകളിൽ വീണു. അപ്പോഴേക്കും പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് വൈപ്പ് ചെയ്തങ്ങ് മാറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കഴുകി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ വന്ന് വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അവരതിൻ്റെ ഫുള്ള് അഴുക്കാക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ അത് കഴുകി വെച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതെല്ലാം അങ്ങ് മാറ്റി വെക്കും. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങൽ. അതാകുമ്പം പിന്നെ അവർ കയറിയിട്ട് അവർ എടുക്കുന്ന സാധനങ്ങളൊക്കെ അവരും ക്ലീൻ ചെയ്ത് വെക്കുമല്ലോ. അങ്ങനെ അപ്പോൾ അതെ വൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ് കിടക്കുന്ന വെള്ളമെല്ലാം ഞാനങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റുവാണ്. അത് കഴിയുമ്പോൾ അതങ്ങ് ഡ്രൈ ആയി കിടക്കും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. ഇന്നിപ്പോൾ വൈകുന്നേരത്ത് 5:30 ശ്രീജ ഉണ്ടെങ്കിൽ ചായയൊക്കെ ഇടും. അങ്ങനെ ചായയൊക്കെ ഇട്ട് തുടങ്ങിയാൽ മതിയല്ലോ. അതുവരെ അങ്ങനെ അടുക്കളയിൽ പിന്നെ കയറത്തില്ല ഞാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.